എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ്. പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ആപ്പുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളും വൻതോതിൽ ഇന്റർനെറ്റ് ഡേറ്റ നമ്മുടെ ഫോണിൽ നിന്നും ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ UPI വഴി ആണെങ്കിൽ നമുക്ക് അത്യാവശ്യമായി കുറച്ച് ഇന്റർനെറ്റ് ഡേറ്റ നമ്മൾ ഫോണിൽ കരുതുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്റർനെറ്റ് ഡേറ്റ ഉപയോഗം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഇന്റർനെറ്റ് ഡേറ്റ ഉപയോഗം നമുക്ക് രണ്ട് രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നതാണ്. ഒന്നാമത്തെ രീതി, വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് സെറ്റ് ചെയ്ത് നമ്മൾക്ക് ഇന്റർനെറ്റ് ഡേറ്റ ഉപയോഗം കുറയ്ക്കാം. രണ്ടാമത്തെ രീതി, സോഷ്യൽ മീഡിയ ആപ്പുകളുടെ സെറ്റിംഗ്സിൽ ഡേറ്റ സേവർ ഓണാക്കി ഇടുക എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മുടെ ഫോണുകളിൽ ഇന്റർനെറ്റ് ഡേറ്റ സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണ് നമുക്ക് ഇന്റർനെറ്റ് സേവ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കിനി യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് യൂട്യൂബിൽ എങ്ങനെ ഈ ഇന്റർനെറ്റ് ഡേറ്റ സേവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഡേറ്റ സേവർ ഓണാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റ് ഡേറ്റ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ഡേറ്റ സേവർ എല്ലാവരും, യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഡേറ്റ സേവർ ഓണാക്കിയിടാൻ മറക്കരുത്. യൂട്യൂബിൽ പ്ലേ ആകുന്ന വീഡിയോയ്ക്ക് നമ്മൾക്ക് ഡേറ്റ സേവർ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. മാനുവലായിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഡേറ്റ സേവർ ഓൺ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഡേറ്റ സേവർ ഓൺ ചെയ്ത് വെക്കുന്നതെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും ഒരേ ക്വാളിറ്റിയിലായിരിക്കും പ്ലേ ആകുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ടും നമുക്ക് എങ്ങനെ ഡേറ്റ സേവർ ഓൺ ചെയ്ത് വയ്ക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഏറ്റവും മുകളിൽ കിടക്കുന്ന സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിലൊരു വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മുകൾ ഭാഗത്തായിട്ട് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. അത് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഒരു പോപ്പ് വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷനാണ് അവിടെ വന്നിരിക്കുന്നത്. ഹയർ പിക്ചർ ക്വാളിറ്റി എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി HD മോഡിലാണ് അത് പ്ലേ ആകുന്നത്. അപ്പോൾ നല്ലപോലെ ഡേറ്റ വലിക്കുന്നുണ്ട്. നമുക്കതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത പോപ്പ് വിൻഡോയിൽ 4 ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് നമുക്കിതിവിടെ കാണാവുന്നതാണ്. അപ്പോൾ അതിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ റെക്കമെൻഡഡ്, രണ്ടാമത്തത് ഹൈ പിക്ചർ ക്വാളിറ്റി, മൂന്നാമത്തത് ഡേറ്റ സേവർ, നാലാമത്തത് അഡ്വാൻസ്ഡ് എന്നുള്ളതാണ്. നമുക്കിവിടെ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. അഡ്വാൻസ് എന്നുള്ള പ്രസ് ചെയ്ത് കഴിയുമ്പം അടുത്ത പോപ്പ് വിൻഡോയിൽ നമുക്കിവിടെ ഇഷ്ടപ്പെട്ട വീഡിയോ ക്വാളിറ്റി നമുക്കിവിടെ സെലക്ട് ചെയ്ത് ആ വീഡിയോ പ്ലേ ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും താഴെ 144p എന്നുള്ള ആ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ക്വാളിറ്റി തീരെ കുറയും. അതിനനുസരിച്ചുള്ള ഡേറ്റയെ വലിക്കുകയുള്ളൂ. മുകളിലത്തെ ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടും. ആ വീഡിയോയൊക്കെ HD മോഡിലായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ വീഡിയോ ആ പിക്ചർ ക്വാളിറ്റിയിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഇൻ്റർനെറ്റ് ഡേറ്റ ഉപഭോഗം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇത് മാനുവൽ മോഡിൽ ഇങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ഇനി ഇതല്ല, വേറൊരു വീഡിയോ ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ അത് HD മോഡിലായിരിക്കും അതും പ്ലേ ആയി തുടങ്ങുക. അപ്പോൾ അതിന് ഡേറ്റ സേവർ ഇതുപോലെ തന്നെ നമ്മൾ ഓണാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മാനുവൽ മോഡിലാണ് നമ്മുടെ ഫോണിലെ ഡേറ്റ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ലാഭിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ ഡേറ്റ സേവർ ഓണാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അതും യൂട്യൂബിലാണ് ഈ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതും പ്ലേ ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയ്ക്കും ഇതുപോലെ സെറ്റിംഗ്സ് ഓണാക്കി കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഡേറ്റ സേവിങ്സ് മാനുവൽ മോഡിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ ഡേറ്റ സേവർ ഓണാക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ സെറ്റിംഗ്സ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. യൂട്യൂബിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഡേറ്റ സേവർ ഓണാക്കിയിട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം സെറ്റ് ചെയ്താൽ മാത്രം മതിയാവുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാ വീഡിയോയ്ക്കും ഡേറ്റ സേവർ ഓണായി തന്നെ കിടക്കും. വീഡിയോ ക്വാളിറ്റി എല്ലാ വീഡിയോയ്ക്കും ഒരേ വീഡിയോ ക്വാളിറ്റി തന്നെയായിരിക്കും. നമുക്ക് മാനുവൽ മോഡിൽ ചെയ്യുന്നത് പോലെ എല്ലാ വീഡിയോയ്ക്കും ഡേറ്റ സേവർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഓട്ടോമാറ്റിക് ആണെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും ഒരേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഡേറ്റ സേവർ ഓണാക്കി ഡേറ്റ ലാഭിക്കാനും കഴിയും. നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ ഡേറ്റ സേവർ ഓണാക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിലേക്ക് പോകാം. ഇവിടെ എൻ്റെ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സെറ്റിംഗ്സിൻ്റെ ഒരു ബട്ടൺ കാണാവുന്നതാണ്. ആ സെറ്റിംഗ്സിൻ്റെ ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ധാരാളം ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ ജനറൽ, രണ്ടാമത്തെ അക്കൗണ്ട്, മൂന്നാമത്തെ ഡേറ്റ സേവിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഡേറ്റ സേവിങ്സ് ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഡേറ്റ സേവിങ്സിനുള്ള ഒരു വിൻഡോ ഇവിടെ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യമത്തെ ഓപ്ഷനായ ഡേറ്റ സേവിങ്സ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നതോടുകൂടി എല്ലാ ഓപ്ഷനും ഇവിടെ ഓൺ ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഡേറ്റ സേവിങ്സ് മോഡ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുള്ളവർക്ക് ആ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ടുള്ള ഡേറ്റ സേവിങ്സ് മോഡ് എന്നുള്ളത് ഓഫ് ആക്കിയിട്ടതിന് ശേഷം തൊട്ട് താഴെയുള്ള ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുക. വീഡിയോ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ ചെയ്യേണ്ടത് യൂട്യൂബ് ചാനലുള്ളവർ മാത്രമാണ്. മറ്റുള്ളവർക്ക് ആദ്യത്തെ ഓപ്ഷനായ ഡേറ്റ സേവിംഗ് മോഡ് ഓൺ ആക്കിയിട്ടാൽ മാത്രം മതിയാവുന്നതാണ്. പിന്നെ അതിന് താഴോട്ടുള്ളതെല്ലാം വൈഫൈ ഉപയോഗിച്ച് യൂട്യൂബ് കാണുന്നവർക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകളാണ്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഡേറ്റ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ സെലക്ട് ക്വാളിറ്റി ഫോർ എവറി വീഡിയോ എന്നുള്ളത് ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഇത്രയും ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരിക. അതിനുശേഷം ഡേറ്റ സേവിംഗ് മോഡിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഓട്ടോ പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അതിന് തൊട്ട് താഴെ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡേറ്റ സേവർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓണായി കിടപ്പുണ്ട്. നമ്മൾ അപ്പുറത്ത് ഡേറ്റ സേവിംഗ് മോഡ് ഓൺ ആക്കിയതുകൊണ്ടാണ് ഇവിടെ ഡേറ്റ സേവർ ഓണായി കിടക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് വൈഫൈ ഉപയോഗിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഓക്കെയാണ്. നമുക്കിനി പുറത്തേക്ക് വരാം. അതിനുശേഷം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് റിഫ്രഷ് ചെയ്യുക. വീണ്ടും യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൽ ഡേറ്റ സേവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ആയി കിടക്കുന്നത് കാണാം. താഴെ ഒരു കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോ ഒന്ന് ടച്ച് ചെയ്യുക. മുകളിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയുള്ള അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനിലാണ് ടിക്ക് മാർക്ക് വന്ന് കിടക്കുന്നത്. അത് നേരെ മുകളിലായിട്ട് ഡേറ്റ സേവർ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോയും ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ സേവർ ഓൺ ആയിരിക്കും. കുറഞ്ഞ ക്വാളിറ്റിയിൽ ഡേറ്റ ലാഭിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് യൂട്യൂബിലെ ഡേറ്റ സേവറുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നു ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിടുക. അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.